കേരളത്തിൽ ബി.ജെ.പിക്ക് 163 അംഗ സംസ്ഥാന കമ്മിറ്റിയെ പ്രഖ്യാപിച്ചു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് അംഗങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തിരിക്കെയാണ് പാർട്ടിയുടെ നിർണായകമായ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെയാണ് സംസ്ഥാന കമ്മിറ്റിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാന നേതൃത്വം, അതായത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ ഇത് അറിയിക്കുന്നത്. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിന്റെ അറിവോടെയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു 163 അംഗ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ രൂപീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുകയും ചെയ്യുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 30 ജില്ലകൾ, പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള 30 ജില്ലകളിൽ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ചുമതലകൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം, 2 മാസത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിനെ സംസ്ഥാനം നേരിടുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ എല്ലാ രീതിയിലും അരയും തലയും മുറുക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ബി.ജെ.പി ഒരുങ്ങുകയാണ്. ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ തലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രവർത്തനങ്ങളുടെ തുടർ നടപടി എന്നോണം വേണം ഈ ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഖ്യാപനത്തെയും കാണാൻ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രമുഖരായിട്ടുള്ള പലരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നാരായണൻ നമ്പൂതിരി, സി ശിവൻകുട്ടി, പി രഘുനാഥ് അടക്കമുള്ള വ്യക്തികളെ എല്ലാം തന്നെ, ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കന്മാരെ ഒക്കെ തന്നെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജെ.ആർ. പത്മകുമാർ, തമ്പാനൂർ സതീഷ്, മധു മുല്ലശ്ശേരി അടക്കമുള്ള ബി.ജെ.പിയിലേക്ക് അടുത്തിടെ വന്നിട്ടുള്ള ചില നേതാക്കന്മാർ, അവരുടെ അനുഭവ പാഠവും അടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൂടി അവരെ ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെ തമ്പാനൂർ സതീഷ് അടക്കമുള്ളവരുടെ നേതൃനിരയെ അങ്ങനെ വേണം കണക്കാക്കാൻ. അങ്ങനെ 163 അംഗ സംസ്ഥാന കമ്മിറ്റി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ മുതൽ തന്നെ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. ഓരോ പ്രാദേശിക ജില്ലകളിലും പ്രവർത്തനം ഏകോപിപ്പിക്കുക, ഒപ്പം തന്നെ വോട്ട് ഷെയർ കൂട്ടുക, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മുൻതൂക്കം ബി.ജെ.പിക്ക് ഉണ്ടാക്കുക എന്നതടക്കമുള്ള കടുത്ത ഉത്തരവാദിത്തങ്ങളാണ് പുതിയ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുമുള്ളത്. നമ്മൾ നാളെ അടക്കം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയും ഒപ്പം തന്നെ ഇവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധത്തിലേക്ക് കൂടി ബി.ജെ.പി തുടക്കം കുറിക്കുകയാണ്. ഇതിന് മുന്നോടിയൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന പോലീസ് അതിക്രമം, ഒപ്പം തന്നെ മർദ്ദനം അടക്കമുള്ള സംഭവ വികാസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി ബി.ജെ.പി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. നാളെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിലേക്കും ഡിവൈഎസ്പി ഓഫീസുകളിലേക്ക് അടക്കം പ്രതിഷേധ മാർച്ചിന് ബി.ജെ.പി തുടക്കം കുറിക്കാൻ പോകുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ പുതിയൊരു നേതൃത്വം കൂടി എത്തുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത്രയധികം അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ രൂപീകരണവും അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. വിഷ്ണു, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.